അപ്പൂസിന്റെ മുട്ട പോയെന്ന് അപ്പൂസ് ഭയങ്കര വിഷം. അവിടെ നീ ഫോൺ പിടിച്ചു വാങ്ങുമോ? വേണ്ടേ വേണ്ടേ. അപ്പോൾ പിന്നെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രൈബും പ്രതീക്ഷിച്ചുകൊണ്ട് AS സ്റ്റോറീസ്. ഹലോ ഗൈസ്, അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡാണ്, നമ്മുടെ വേളാങ്കണ്ണിയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. സോ മുട്ടയടിക്കേണ്ട തയ്യാറെടുപ്പുകൾ നമ്മൾ എല്ലാം കഴിഞ്ഞ്, അതിൻ്റെ ആചാരങ്ങളെല്ലാം കഴിഞ്ഞ്, എൻ്റെ അമ്മ അച്ഛൻ്റെ ആചാരം കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ വന്ന് നമ്മൾ ജസ്റ്റ് അപ്പൂസിനെയും വെച്ചിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യണം. കാരണം മുട്ടയടിക്കേണ്ട രസീതും കാര്യങ്ങളുണ്ട്, അതൊക്കെ വാങ്ങാൻ പോയിരിക്കണം അവർ. അപ്പോൾ ഈ പെണ്ണിനെ നോക്കേണ്ട കടമ ഒബിയസ്ലി എൻ്റെ തലയിലായിട്ടുണ്ട്. പെണ്ണാണെങ്കിൽ ഒരിടത്ത് അടങ്ങിയിരിക്കുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, ചാടുക, വരുന്നവരെല്ലാം അടിക്കുക, ഭയങ്കരക്കറ. സോ അപ്പോൾ ഞാൻ ഒതുങ്ങി നിന്ന് പെണ്ണെ ഫ്രീ ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്ത് ഓരോ കാണിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് പറഞ്ഞു. അതാണ് നല്ലത്. കാരണം നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തൊന്നുമില്ല, അത്രയും വാശിയേറിയ പെണ്ണാണ്. മനസ്സിലായത്? നിങ്ങൾ വിചാരിക്കും പോലെയൊന്നുമില്ല. രസീത് കിട്ടി. അപ്പോൾ രസീതെല്ലാം കിട്ടിയതിന് ശേഷം നമുക്ക് മുട്ട ഐശ്വര്യമായിട്ട് തുടങ്ങാം. പക്ഷേ ഇതിൽ ഞാൻ വീഡിയോ മുട്ടയടിക്കേണ്ട വീഡിയോ നല്ല ലോങ് ആണ്. ഞാനപ്പോൾ ടൈം ലാപ്സ് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാരണം ഇവിടെ അടങ്ങിയിരുന്ന് മുട്ടയടിച്ചതിൻ്റെ ഫുൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ 20 മിനിറ്റ് അടുപ്പിച്ചോ. സോ അതുകൊണ്ട് ലാപ്സ് ആക്കിയിട്ട് ഞാൻ മാക്സിമം എത്രയും കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ചാണ് കാണിച്ചിരിക്കുന്നത്. ഇതിലെനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ എൻ്റെ മാമൻ്റെ മോക്കൊക്കെ നമ്മൾ മുട്ടയടിക്കാൻ പോയപ്പോൾ തിരുച്ചെന്തൂർ അങ്ങനെയൊക്കെ പോയപ്പോൾ നല്ല കരച്ചിലായിരുന്നു. അത് കറക്റ്റ് ഒരു വയസ്സിൽ തന്നെ അടിച്ചു, പക്ഷെ നല്ല കരച്ചിലായിരുന്നു. പക്ഷേ ഇവൾ ഒരു തരി പോലും കരഞ്ഞില്ല. കാരണം അവൾക്ക് തലയിൽ എന്ത് വേണമെങ്കിലും ചെയ്യടേ, ഞാൻ എന്തിനും റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കയ്യിൽ 2 റബ്ബർ ബാൻഡ് ഇട്ടു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാട്ടിയപ്പം അവൾ ആ റബ്ബർ ബാൻഡിനെയും പിടിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിൽ കാണിച്ചോ, ഞാൻ ഇവിടെ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്, എല്ലാം കഴിഞ്ഞ് തീരുമെന്ന് പറയണേ എന്ന രീതിയിൽ മാത്രമാണ് അവൾ കാണിച്ചത്. കാരണം അവൾക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അവൾക്ക് എന്താണ് കാണിക്കുന്നത്, എന്തിനാണ് തലമുടി എടുക്കുന്നത് ഒന്നും അറിയത്തില്ലല്ലോ. പക്ഷേ തലമുടി എടുക്കുന്നതിൽ ലാസ്റ്റ് വരയ്ക്കുള്ള ഒരു തുള്ളി കണ്ണീരും വരത്തില്ല. ആ റബ്ബർ ബാൻഡ് എൻ്റെ കയ്യിൽ നിന്ന് തറയെ പോയപ്പോൾ അവൾക്ക് ആക്ച്വലി അയ്യോ തറയെ പോയെന്ന രീതിയിൽ കുടഞ്ഞ് കുറച്ച് മെടിയിലിരിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ വിടണമെന്ന രീതിയിലുള്ള ഒരു കുറച്ച് വീർപ്പ് മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഇരിക്കാൻ സമ്മതിച്ചില്ല. പക്ഷേ എൻ്റെ തോളത്ത് ചാടിക്കാൻ ആ സമയം മാത്രം വീണ്ടും വേറെ റബ്ബർ ബാൻഡും കാര്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും കൊടുത്തിട്ട് ഇപ്പോൾ ആൾ കൂളായി. പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മുട്ടയടിച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ അതിൻ്റെ കൂടെ കുറേ ആചാരം ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ ഇഷ്ടംപോലെ കുറേ ആൾക്കാർ അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്നുണ്ട്. സോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരാളെന്ന് പറഞ്ഞു 2 മാലിടണം, അവിടെ കൊണ്ടുവരണം, അങ്ങനെ പറഞ്ഞ് കുറേ പൈസ ഇതിൻ്റെ പറ്റിന്ന് പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണോ പറയണമെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഇതിലൊക്കെ ഇടയിൽപ്പെടാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല. പക്ഷേ ഇവിടെ കൊന്ന് നമ്മൾ മുട്ടയടിച്ചതിന് ശേഷം ഒരു സ്ഥലത്ത് പോയിട്ട് ചന്ദനം തേക്കണം, ചന്ദനം തേച്ചിട്ട് 2 മാലിടണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കൊണ്ടുവരാം. പിന്നെ വേണമെന്ന് വെച്ച് നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞ മാലയും മെഴുതിരി എല്ലാം വാങ്ങിച്ചതിന് ശേഷം ഫസ്റ്റ് ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഇവിടെ എല്ലാവരും കൊണ്ട് ആ 2 മെഴുതിരികളിൽ 6 എന്തോ വാങ്ങിച്ചു. അത് 2 മെഴുതിരി ഇവിടെ കത്തിക്കണം. ഇവിടെ കത്തിച്ചതിന് ശേഷം അടുത്ത മാല അടുത്ത മാതാവിനെ കൊണ്ട് ചാർത്തണം. അങ്ങനെയായിരുന്നു അവിടുത്തെ പരിപാടികൾ. സോ ഇവിടെ 2 മെഴുതിരി അവൾ തന്നെ അപ്പോൾ മനു തന്നെ കത്തിച്ചുകൊണ്ടായിരുന്നു. സോ അതവിടെ കത്തിച്ച് അവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത ഇതിലോട്ട് പോകുന്നത്. അപ്പോൾ 2 മെഴുതിരി കത്തിക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ മെഴുതിരി എല്ലാവരും കത്തിച്ച് വയ്ക്കും. എന്നിട്ട് അതിന് ശേഷം അടുത്ത് വീണ്ടും ആൾക്കാർ ഈ മെഴുതിരി തന്നെ വീണ്ടും എടുത്തിട്ട് വീണ്ടും കത്തിക്കുന്ന രീതിയിൽ അവർ വീണ്ടും റീസെയിൽ ചെയ്യും. എല്ലായിടത്തും ഉള്ള പോലെ ഒരു റീസെയിലിംഗ് ടെക്നിക്ക് എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. നമുക്കെടുത്ത് ഈ വെള്ള മുട്ടയിൽ ചന്ദനം തേക്കാൻ പോവാം. അവളിപ്പോൾ കൈ കൊണ്ടെടുക്കും. ഫുള്ള് ചന്ദനം അവളിപ്പോൾ തന്നെ കൈ കൊണ്ടെടുക്കും. എന്നൊന്നും അപ്പോൾ ചെയ്യാനെല്ലാം കൂടെ നമ്മളെ മുടിയും കളഞ്ഞിട്ട് ചന്ദനം കാച്ചി വന്നിട്ട് ഞാൻ പോലെ ചെയ്യും. മുടിയും കളഞ്ഞിട്ട് ചന്ദനം ഉണ്ടായിക്കൊണ്ടാണ് ആ പൂസ്റ്റ് വയ്ക്കുന്നത്. ഫോട്ടോ എടുത്തു. ഒരു മാതാവിന് മാല ചാർത്തണമെന്ന് പറഞ്ഞില്ല, അതെവിടെയാണ്. അപ്പോൾ എൻ്റെ മാമൻ അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ക്യാമറ അലൗഡല്ല. സോ ഞാനത് പിന്നെ എടുത്തിങ്ങനെ വന്നുകൊണ്ട് അതിൻ്റെ ആ ഫണ്ട് വരെ പോയിട്ട് നമുക്ക് ക്യാമറയിലോട്ട് കാണിക്കാൻ പറ്റും. സോ അങ്ങനെ അത്രയും കാണിക്കാമെന്ന് വിചാരിച്ചു. അവർ റെസ്ട്രിക്ഷൻ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ആരെങ്കിലും പിടിച്ചടിച്ചാലോ, അത് അതിനകത്ത സ്ഥലം പിടിച്ച് ലേലുല്ലു എന്ന് പറയിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ റിസ്ക് ഒന്നും എടുത്തില്ല. അതോ ഈ ഒരു വെച്ചിരിക്കുന്നില്ല, ഇതുവരെ ഞാൻ പോയിട്ടുള്ളൂ. അതിനുശേഷം എടുത്തിട്ടില്ല വീഡിയോ. സോ അവരുടെ റൂൾസ് ആണല്ലോ, അതുകൊണ്ട് എടുത്തിട്ടില്ലായിരുന്നു. അപ്പൂസിൻ്റെ മുട്ട പോയെന്ന് അപ്പൂസ് ഭയങ്കര വിഷം. അവിടെ നീ ഫോൺ പിടിച്ചു വാങ്ങുമോ? വേണ്ടേ വേണ്ടേ എനക്ക് ഡേയ് മുട്ട പോയതിന് ഞാൻ ഫോൺ ഉപയോഗിക്കുന്നു.
ചർച്ചിനകത്തുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ നേരെ ബീച്ചിലോട്ട് പോയി. ബീച്ചിലെ ഈ ബീച്ച് വെള്ളം എടുക്കണമെന്ന് അവളുടെ അച്ഛൻ നിർബന്ധമായിരുന്നു. അങ്ങനെ നമുക്ക് ആ വെള്ളം എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. എനിക്ക് ബീച്ചിൽ ഇറങ്ങേണ്ടതായിരുന്നു. കാരണം ഞാൻ സാധാരണ ഇറങ്ങാറുണ്ട്, പക്ഷേ എനിക്ക് കാലിങ്ങനെ വെള്ളം നനച്ചിട്ട് വീണ്ടും മണ്ണിലൂടെ നടന്ന് അത് വലിയൊരു ഇതാവേണ്ടെന്ന രീതിയിൽ, കാരണം എനിക്കിത് മണ്ണ് വീണ്ടും ആയിക്കഴിഞ്ഞാൽ വീണ്ടും കഴിയണം. അങ്ങനത്തെ ഒരു ഇറിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ല. ഞാൻ കാര്യത്തിനായിരുന്നു. അവർ പോയിട്ട് ഒരു ബോട്ടിൽ വെള്ളം പിടിക്കാൻ വേണ്ടി പോയായിരുന്നു. പോയതിന് ശേഷം അപ്പൂസിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൂസിനെ കൊണ്ടുപോയിട്ട് കാല് നനച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. ഫസ്റ്റ് പോകില്ലെന്ന് പിടിച്ചായിരുന്നു. പിന്നെ നമ്മൾ പോയേ പറ്റുമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് മാമനും അപ്പൂസും കൂടെ അതിൻ്റെ അടുത്ത് പോയിട്ടിട്ട് അവിടെ പോയിട്ട് ബീച്ചിലും കാലിൽ വെള്ളം കഴിയുന്നതിന് ശേഷം ഒരു കൊച്ചു ബോട്ടിൽ തപ്പാൻ വേണ്ടി അവിടെ തപ്പി ലാസ്റ്റ് എന്തോ ഒരു ബോട്ടിൽ കിട്ടിയെന്ന് തോന്നുന്നു. കാരണം ആദ്യം കിട്ടിയില്ലായിരുന്നു, പിന്നെ കൊണ്ടുവന്നപ്പോൾ ഒരു ബോട്ടിൽ കിട്ടി. ആ ബോട്ടിലാണ് പിന്നെ നമ്മൾ കടലിലെ വെള്ളം എന്ന രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി, കാരണം അവരുടെ ഒരു വിശ്വാസം എന്ന രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തത്. പിന്നെ ആ ബോട്ടിലോട്ടുള്ള വെള്ളം നമ്മൾ കൊണ്ടുപോയി. ആദ്യം ബോട്ടിൽ കിട്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഒരു കവറിലാണ് കിട്ടിയത്. ആ കവറിൽ നിന്ന് നമ്മൾ ബോട്ടിലോട്ട് മാറ്റിയിട്ട് അങ്ങനെയാണ് കൊണ്ടുപോയത്. പിന്നെ എവിടെ പോയാലും എന്തെങ്കിലും വാരി വലിച്ച് വാങ്ങണ സ്വഭാവം എല്ലാവർക്കും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മൾ ലേഡീസിൻ്റെ കൂടെ പോകുമ്പോൾ. അപ്പം അനുവിന് കുറച്ച് കൊന്തയും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അവിടെ പക്ഷേ ഒരു പ്രീമിയം കടയായിരുന്നു, നല്ല വിലയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ കീ ചെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പണ്ടത്തെ ആൻറ്റിക് പീസ് വാച്ചിൻ്റെ റൗണ്ട് കീ ചെയിനില്ല, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് വിലയായതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ മാതാവിൻ്റെയും ജീസസിൻ്റെയും കുരിശിൻ്റെയും എല്ലാം ചെറിയ ആ ഒരു കുറച്ചുള്ള ലോക്കറ്റ് അതേപോലത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സാധനം വാങ്ങിച്ച് മടങ്ങി.